ഹലോ, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ പീരീഡ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് സ്ത്രീകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ആരുടെയും പീരീഡ്സ് റെഗുലർ അല്ല. ഒന്നുമില്ലെങ്കിൽ ഒരു മാസം ഡിലേ, അല്ലെങ്കിൽ ഒരാഴ്ച ഡിലേ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ വരും ഡോക്ടറെ, പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പോവും. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ റിപ്ലൈ. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ എനിക്ക് ഷോക്കിംഗ് ആണ്. ബിക്കോസ് നമ്മൾ 2 ദിവസം ഡിലേ ആകുമ്പോഴേക്കും അങ്ങനെ നമ്മൾ ആലോചിക്കുന്നതാണ് അതിനെ കുറിച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ഒരാഴ്ച ഡിലേ ആയാലും പ്രശ്നമില്ല, 2 ആഴ്ച ഡിലേ ആയാലും പ്രശ്നമില്ല, അങ്ങനെ ഒരു ഇതിലേക്ക് പോവാണ്. ഞാൻ ഒരു കാര്യം പറയാം, പീരീഡ്സ് നമ്മൾ റെഗുലർ ആയിരിക്കണം. അതിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യണം. കാരണം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് കൂടും, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, മൂഡ് സ്വിങ്സ് വരും, തലവേദന, തലയിൽ കനം വരിക, കണ്ണിന് വിഷൻ പ്രശ്നം വരിക, ബ്ലറി വിഷൻ ആവുക, ചെവിക്ക് പ്രോബ്ലം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അടിവയറ് വേദന മാത്രമല്ല നമുക്ക് പ്രശ്നം, അല്ലെങ്കിൽ ആ ഫ്ലോനെ എഫക്റ്റ് ചെയ്യൽ മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് സൈഡായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഹോർമോൺ ബാലൻസ് ആയിരിക്കണം, പീരീഡ്സ് റെഗുലർ ആയിരിക്കണം. ഓക്കെ, ഇതിന് നമ്മുടെ ആയുർവേദത്തിൽ നല്ല നല്ല മെഡിസിൻസ് ഉണ്ട്, നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഒന്നാമത്തത് മെയിനായിട്ട് ഞാൻ ചുരുക്കി പറയാം, പെട്ടെന്ന് ഹെൽപ്ഫുൾ ആവുന്നു. ഈ എള്ളുണ്ട വളരെ നല്ലതാണ്. ഒന്നാമത് തന്നെ ഈ പീരീഡ്സിന്റെ സംഭവങ്ങൾ വരുമ്പോൾ രക്തം ഉണ്ടാവാനുള്ള മരുന്നുകളാണ് നമ്മൾ കഴിക്കേണ്ടത്. രക്തം ഉണ്ടാവാനും ബ്ലഡ് പ്യൂരിഫിക്കേഷനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എള്ളുണ്ട വളരെ നല്ലതാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കറിയാം, മാതളം കഴിക്കണം, ബീട്രൂട്ട് കഴിക്കണം, അതൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സിസെയിം സീഡ്സ് കിട്ടും വാങ്ങിക്കാനായിട്ട്. അത് വേണമെങ്കിൽ ഇത്തിരി ശർക്കര, ഇത് രണ്ടും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ഒന്നുമില്ലെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂറായിട്ട് നമുക്കത് കഴിക്കാം. നല്ല മെഡിസിനാണ്, ഒരു പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അതേമാതിരി തന്നെ ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് ചായയും കാപ്പിയൊക്കെ ഒന്ന് ഒഴിവാക്കുക. ട്രൈ ചെയ്യുക. എനിക്കറിയാം ബുദ്ധിമുട്ടാണ്, ബട്ട് ട്രൈ ചെയ്യുക. കാരണം അത് നമ്മുടെ പീരീഡ്സിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഫ്ലോനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മുതിര ബെസ്റ്റ് മെഡിസിനാണ്. മുതിര ഈ പറയുന്ന മാതിരി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മുതിര കുറുക്കി വേവിച്ച് അത് കുറുക്കി അത് 2 നേരമായിട്ട് ദിവസത്തിൽ കഴിക്കുന്നത് നല്ലതാണ്. ബേസിക്കലി ചൂട് നല്ലതാണ്. ചിലർ ഒരുപാട് പേര് സംശയം എന്താ വെച്ചാൽ സമ്മർ സീസണായി, അപ്പോൾ ചൂട് കാരണം എൻ്റെ ഫ്ലോനെ ബാധിച്ചു. അല്ല, ചൂട് അതിനെ എന്താ പറയുക, കൂട്ടുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ചൂട് കാരണം അത് ചൂട് നല്ലതാണ്, മനസ്സിലായോ? അത് കൂടുതലാവുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഈ സമ്മർ സീസണും ഇതും തമ്മിൽ ബന്ധമില്ല. സമ്മർ സീസണിൽ ചൂടുണ്ട്, ഓക്കെ, പക്ഷെ അതും നമ്മുടെ ഈ പീരീഡ്സിന്റെ ഫ്ലോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ ഹോട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കേണ്ടത് ചൂടായിട്ടുള്ള, ചൂട് വികാരമുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അതിൽ പെടുന്നതാണ് ഈ എള്ളുണ്ട, അതേമാതിരി നമ്മുടെ മുതിര. അശോകാരിഷ്ടം ബെസ്റ്റ് മെഡിസിനാണ്. അതൊരു 30 ml വെച്ച് 3 നേരം കഴിക്കുക, ധൈര്യമായിട്ട് കഴിക്കുക, ഒരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ശതാവരി നല്ല മെഡിസിനാണ്. ശതാവരി ഗുണം അത് ഇതിനെ സഹായിക്കാനും നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനും, ഇനിയിപ്പോൾ വെയിറ്റിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹോർമോൺസിന്റെ ഇഷ്യൂസിനെ കറക്റ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ പ്രോട്ടീൻ ഉൾപ്പെടുന്ന ആഹാരങ്ങൾ കഴിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. കാരണം ഈ സമയത്ത് നമ്മുടെ ബോഡിയിലെ ബ്ലഡിലൂടെ ബോഡിയിലെ വേസ്റ്റുകളൊക്കെ പോവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെ? ബോഡിയിലെ വേസ്റ്റുകൾ പോകുമ്പോൾ അത്രയ്ക്കധികം വെള്ളവും ഭക്ഷണവും നമ്മൾ കഴിക്കണം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പെൽവിക് എക്സസൈസസ് ഒരുപാട് ആവശ്യമാണ്. ഞാൻ ഇവിടെ ഒരു ചിത്രം ഇടുന്നുണ്ട്, ചിത്രത്തിൽ ശ്രദ്ധിച്ച് നോക്കുക. ഈ പിക്ചറിൽ പെൽവിക് എക്സസൈസസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു 7-8 തരത്തിലുണ്ട്. അത് ഓരോന്നും 2 മിനിറ്റ് വെച്ച് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 1-2 ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. ചിലവർക്ക് ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും, നോ പ്രോബ്ലം. എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 5 times, അതായത് ഓരോ എക്സസൈസ് ഒരു 5 times, 1-2 ചെയ്താൽ മതി, യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും ബോഡീനെ പ്രഷറൈസ് ചെയ്യരുത്. ഒന്നുമില്ലെങ്കിൽ പീരീഡ്സ് ആവണതിന് മുമ്പ് 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഓക്കെ ഇന്ന ഡേറ്റിൽ ആവാൻ പോവാണ്, എല്ലാത്തിനും നല്ലതാണ്. പീരീഡ് ഫ്ലോ കൂടുതലായാൽ നല്ലതാണ്, മെൻസ്ട്രൽ ക്രാംപ്സിന് നല്ലതാണ്, ഇനിയിപ്പോൾ ഫ്ലോ അധികം ഇല്ല അപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ പെൽവിക് എക്സസൈസ് ചെയ്താൽ ആ ഭാഗത്തുള്ള മസിൽസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ പീരീഡ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിലും അതൊക്കെ മാറിക്കിട്ടും. സോ നെക്സ്റ്റ് ടൈം പീരീഡ്സ് ആകുമ്പോൾ ഡോണ്ട് ഫർഗെറ്റ്. ഇപ്പൊക്കെ എത്ര ആപ്പുകളാണ് വരുന്നത്.
നമ്മുടെ പീരീഡ്സിനെ ട്രാക്ക് ചെയ്യാനും ഓവുലേഷൻ ഡേറ്റ് ട്രാക്ക് ചെയ്യാനും ഒരുപാട് ഫാമിലി പ്ലാനിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മളെന്തിനാ ഡിലേ ചെയ്യണം അല്ലേ? സോ ലെറ്റ്സ് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്.